എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ദിവ്യകാരുണ്യ ആരാധന സന്യാസിനി സമൂഹത്തിൻ്റെ ചങ്ങനാശ്ശേരി പ്രൊവിൻസിലെ ഇടയിരിക്കപ്പുഴയിലുള്ള ബിഷപ്പ് കുര്യാളശ്ശേരി നേച്ചർ ക്യൂർ ആൻഡ് യോഗ സെന്റർ പ്രകൃതി ചികിത്സാ രംഗത്ത് അനേകർക്ക് ആശ്വാസവും ആശ്രയ കേന്ദ്രവുമാണ്. പലവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന നിരവധി ആൾക്കാരാണ് ഇവിടെ കടന്നുവന്ന് വ്യത്യസ്തമായ പ്രകൃതി ചികിത്സാ രീതികളിലൂടെ ആശ്വാസം കണ്ടെത്തുന്നത്. ഇതിനെല്ലാം നെടുന്തൂണായി പ്രവർത്തിക്കുന്നത് സിസ്റ്റർ ജ്യോതി കോടിക്കുളം SABS എന്ന ഈ സന്യാസിനിയാണ്. തൻ്റെ മണവാളനായ ദിവ്യകാരുണ്യനാഥനിൽ നിന്നും ശക്തി സ്വീകരിച്ച് രോഗങ്ങളാലും സങ്കടങ്ങളാലും കഷ്ടപ്പെടുന്ന അനേകർക്ക് ആശ്വാസവും വഴികാട്ടിയുമായി തീരുകയാണ് ഈ സമർപ്പിത. പ്രകൃതി ചികിത്സാ രംഗത്ത് ശ്രദ്ധേയമായ സേവനം കാഴ്ചവെക്കുന്ന ഡോക്ടർ സിസ്റ്റർ ജ്യോതി കോടിക്കുളം SABSന്റെ ദൈവാനുഗ്രഹം നിറഞ്ഞ ജീവിതാനുഭവങ്ങളിലൂടെയും പ്രവർത്തന മേഖലകളിലൂടെയും നമുക്ക് കടന്നു ചെല്ലാം. മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സിസ്റ്റർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശാലോം ടി വി പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്ററിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സിസ്റ്റർ ജ്യോതി കോടിക്കുളം SABS. ഞാൻ ആരാധനാ സഭയുടെ ചങ്ങനാശ്ശേരി പ്രോവിൻസിലെ അംഗമാണ്. ഇവിടെ ഇടയിരിക്കപ്പുഴ ബിഷപ്പ് കുര്യാളശ്ശേരി പ്രകൃതി ചികിത്സാ യോഗാ കേന്ദ്രത്തിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ സ്വദേശം കോട്ടയത്തിനടുത്ത് പാറമ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. അതാണ് ഇടവക. എനിക്ക് പേരൻസ് 2 പേരും മരിച്ചു പോയിട്ട് 1 വർഷമാകുന്നു. ഞങ്ങൾ 10 മക്കളാണ്. 7 സഹോദരിമാരും 3 സഹോദരന്മാരും. 10 മക്കളിൽ 9ാമത്തെ ആളാണ് ഞാൻ. എനിക്ക് താഴെ ഒരു അനുജത്തി കൂടിയുണ്ട്. ബാക്കി എല്ലാവരും കുടുംബജീവിതമായിട്ട് അവരവരുടെ നാടുകളിൽ താമസമാണ്. ഞാൻ മാത്രമാണ് ദൈവവിളി സ്വീകരിച്ച് മഠത്തിലേക്ക് പോകുന്നത്. ഇത്രയും അംഗങ്ങളുള്ള കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടി അന്ന് അച്ചാച്ചൻ ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് കാണുമായിരിക്കും. തീർച്ചയായിട്ടും 10 മക്കളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അന്നത്തെ കാലത്ത്. പക്ഷേ ദൈവം സഹായിച്ച അച്ചാച്ചി നല്ല അധ്വാനിയായ ഒരു മനുഷ്യനായിരുന്നു. വളരെ ലോകപരിചയമുള്ള വളരെ സമർത്ഥനായ ഒരു വ്യക്തിയായിരുന്നു. ചാച്ചി PWD കോൺട്രാക്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പം പാടം, വയൽ, തെങ്ങിൻതോപ്പ്, കൃഷികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കുടുംബത്തെ കൊണ്ടുവരാനായിട്ട് അച്ചാച്ചിക്ക് സാധിച്ചു. ഞങ്ങളുടെയൊക്കെ കാലം വരുമ്പം ബുദ്ധിമുട്ടുകൾ നമ്മൾ അധികം അതിനെ അറിഞ്ഞിട്ടില്ല. അച്ചാച്ചി നന്നായിട്ട് തന്നെ കുടുംബത്തെ വളർത്തിക്കൊണ്ട് വന്നു. എങ്കിൽ പോലും ജീവിതത്തിൽ പാലിക്കേണ്ട ലാളിത്യം, മിതത്വം ഇതൊക്കെ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചും കാണിച്ചു തന്നും പരിശീലിപ്പിച്ചുമാണ് വളർത്തിയത്. സിസ്റ്ററിൻ്റെ കുട്ടിക്കാലത്തെ നല്ല അനുഭവങ്ങളൊന്ന് പങ്കുവയ്ക്കാമോ? കുട്ടിക്കാലത്ത് 10 മക്കളിൽ ഒരാളായിരുന്നെങ്കിലും ഞാൻ ഈ 10 പേരുടെ ബഹളത്തിൽ അങ്ങനെ പെട്ടിരുന്ന ഒരാളായിരുന്നില്ല. കൂടുതൽ സമയം ഒരു ഏകദേശം തനിച്ച് അല്ലെങ്കിൽ ഏകാന്തത ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിലേക്ക് ചായ്വുള്ള ഒരു ജീവിതമായിരുന്നു ഞാൻ കുട്ടിക്കാലത്ത് തന്നെ പുലർത്തിയിരുന്നത്. സ്കൂളിൽ പോകുന്ന തിരക്കുണ്ടെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ പള്ളിയിൽ പോകാനായിട്ട് സമയം കണ്ടെത്തുമായിരുന്നു. അതൊക്കെയാണ് എനിക്ക് നല്ല അനുഭവങ്ങളായിട്ട് ഇപ്പോൾ തോന്നുന്നത്. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ അത്യാവശ്യം ജോലികളിലൊക്കെ സഹായിച്ചിട്ട് പള്ളിയിൽ പോവുക, മഞ്ഞൊക്കെ കൊണ്ട് പള്ളിയിൽ പോവുക, തിരിച്ചു വരിക, പിന്നെ സ്കൂളിൽ പോവുക. എനിക്ക് മുതിർന്നവരൊക്കെ നേരത്തെ തന്നെ പഠിക്കാനൊക്കെ പുറത്തേക്ക് പോയിരുന്നത് കൊണ്ട് വീട്ടിലെ ജോലികളിൽ അമ്മയെ സഹായിക്കാനൊക്കെ അമ്മ പഠിപ്പിച്ചിരുന്നു. താല്പര്യമായിരുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെ വീട്ടിലെ അച്ചടക്കമുള്ളൊരു കൊച്ചായിട്ട് ആണ് വളർന്നു വന്നത്. ആ സമയത്തെല്ലാം 10ാം ക്ലാസ് വരെ പഠിച്ച് വരുമ്പോഴും പള്ളിയുടെ വക സ്കൂളിലാണ്, ഞാൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പോഴെല്ലാം പ്രാർത്ഥനയിലേക്കും ആരാധനയിലേക്കും പള്ളിയോട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴും സൺഡേ സ്കൂളിലാണെങ്കിലും വേദപാഠത്തിന് മിക്കവാറും എനിക്ക് തന്നെയാണ് എപ്പോഴും മാർക്ക് മുൻപന്തിയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. KCSL പോലുള്ള സംഘടനകളിൽ മിഷൻ ലീഗിൽ ഒക്കെ പ്രവർത്തിച്ചിരുന്നു.
ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു. അന്നൊന്നും ദൈവവിളിയെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നുമല്ല, പക്ഷേ തമ്പുരാനോട് ചേർന്ന് നിന്നൊരു ജീവിതമായിരുന്നു. ചെറിയ പ്രായത്തിലെ 1-ാം ക്ലാസ്സിലോട്ടെ ഞാൻ ഓർക്കുന്നുണ്ട്, പത്രം അരിച്ചു പിടുത്തി മുഴുവൻ വായിക്കുമായിരുന്നു. അക്ഷരങ്ങളോട് നല്ലൊരു സ്നേഹം ഉണ്ടായി. അതിൽ തന്നെ അമ്മയുടെ കൂട്ടത്തിലിരുന്ന് വചനം വായിക്കാനൊക്കെയുള്ളൊരു നല്ല താല്പര്യം അമ്മ തന്നെ എനിക്ക് ഉണ്ടാക്കി തന്നു. എങ്ങനെയാണ് 10 മക്കളിൽ ഞാൻ മാത്രം ഇങ്ങനെ വന്നതെന്ന് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അമ്മയോട് ഞാൻ ചോദിച്ചിട്ടുമുണ്ട്. അപ്പം അമ്മ പറഞ്ഞിരുന്നു, ഞാനുണ്ടാകുന്ന സമയം കേരളത്തിലെ ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് നന്നായിട്ട് ശക്തിപ്പെട്ടിരുന്നൊരു സമയമായിരുന്നു. അമ്മ അതിലൊരു സജീവ പ്രവർത്തകയായിരുന്നു. പ്രാർത്ഥനാ സമ്മേളനങ്ങൾക്ക് പോകുമായിരുന്നു, വീട്ടിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. വീട്ടിലെല്ലാവരും മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് ജോലിയൊക്കെ തീരുന്ന സമയത്ത് അമ്മ തനിച്ചിരുന്ന് ബൈബിൾ വായിക്കുമായിരുന്നു. നന്നായിട്ട് കരിസ്മാറ്റിക് സ്തുതിപ്പുകളൊക്കെ പാടുമായിരുന്നു. അപ്പോഴൊക്കെ വീട്ടിലെ ഇളയ ആളായിട്ടുള്ള ഞാൻ, വന്നനീത്തി ഉണ്ടായിട്ടില്ല, ഞാനും അമ്മയുടെ കൂട്ടത്തിൽ പാട്ട് പാടാൻ കൂടും. അമ്മ സങ്കീർത്തനം വായിക്കുമ്പോൾ ഞാനും അടുത്ത് പോയിരുന്ന് എത്തി നോക്കും, വചനം വായിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയാൽ പരിപുഷ്ടമാക്കപ്പെട്ട ഒരു ബാല്യകാലമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ചപിടിച്ച് നിൽക്കുന്നത്. തമ്പുരാനോട് കൂടിയായിരുന്നു ഒരു കാലം. സിസ്റ്റർക്ക് ദൈവവിളി ഉണ്ടെന്ന് തോന്നിയ സന്ദർഭം ഒന്ന് വിവരിക്കാമോ? ഞങ്ങൾ 7 സഹോദരിമാരിൽ എൻ്റെ ഒരു ചേച്ചി നേരത്തെ മഠത്തിൽ പോയതായിരുന്നു, ഒരു മിഷൻ മഠത്തിൽ. പക്ഷേ ചേച്ചിയുടെ അനാരോഗ്യം മൂലം ചേച്ചിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ചേച്ചി തിരിച്ചു വന്നപ്പോൾ ചേച്ചിയെ ആഗ്രഹിച്ചെല്ലാവരും വീട്ടതാണ്. ചേച്ചി തിരിച്ചു വന്നപ്പോൾ വീട്ടിലെല്ലാവരും വിഷമിച്ചു. എല്ലാവരുടെ വിഷമം കണ്ടപ്പോൾ കുഞ്ഞായിരുന്നു ഞാൻ ചോദിച്ചു, ഞാൻ പോകട്ടെ മഠത്തിലെന്ന് ചോദിച്ചു. പക്ഷേ എന്നെ മഠത്തിൽ പോകാൻ പറ്റിയ ആളായിട്ട് അവരാരും കണ്ടിരുന്നോ ഇല്ലോ എനിക്കറിയില്ല. അതെങ്ങനെ നീ പോകുന്നതെന്ന് ചോദിച്ച് അവർ ആ വിഷയം അവിടെ അവസാനിപ്പിച്ചു. അതുമാത്രമാണ് ഞാൻ ദൈവവിളിയെക്കുറിച്ച് എനിക്ക് ചിന്ത ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മ തരുന്ന ഒരേ ഒരു സംഭവം. അല്ലാതെ ഞാൻ ചെറുപ്പം മുതലേ സിസ്റ്റർ ആകണമെന്നൊരു പ്ലാനിങ്ങിൽ വന്ന ആളല്ല. അങ്ങനെ ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ദൈവവിളിയുടെ വിത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് താല്പര്യപ്പെട്ട് വളർന്നു എന്നല്ലാതെ സിസ്റ്റർ ആകണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയല്ല ചെറുപ്പം മുതലേ ഞാൻ വളർന്നു വന്നത്. 10-ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി പഠനകാലത്തേക്ക് എത്തുമ്പോഴാണ് ഞാനിങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നതും തിരിച്ചറിയുന്നതും എൻ്റെ വിളി ഇവിടേക്കാണെന്ന് കണ്ടെത്തുന്നത്. സന്യാസ ജീവിതത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ വീട്ടിൽ നിന്നും പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നോ? വീട്ടിൽ 12 പേരിൽ ആരും എനിക്ക് സപ്പോർട്ട് ചെയ്തില്ല ആദ്യകാലങ്ങളിലൊഴികെ. ഞാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അച്ചാച്ചി എന്നാണ് ഞാൻ എൻ്റെ ഫാദറിനെ വിളിച്ചിരുന്നത്. അച്ചാച്ചി നല്ല എതിർപ്പായിരുന്നു, സഹോദരങ്ങളോ എല്ലാവരും എതിർപ്പായിരുന്നു. അമ്മ മാത്രമാണ്, അമ്മ പ്രത്യക്ഷത്തിൽ പറഞ്ഞൊന്നുമില്ല, നീ കൊള്ളാനൊന്നും പറഞ്ഞില്ല, പക്ഷേ വഴക്കുണ്ടാക്കാതെ നിന്ന് അമ്മ മാത്രമാണ്. ബാക്കി എല്ലാവരും എന്നോട് വഴക്കുണ്ടാക്കി. അങ്ങനെ ആരുടെയും പിന്തുണയില്ലാതെയാണ് ഞാൻ കർത്താവ് എന്നെ വിളിച്ചുകൊണ്ട് പോരുന്നത്. ക്രമേണ എല്ലാവരും ഇതിനെ അംഗീകരിച്ച് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. പിന്നെ എപ്പോഴാണ് സിസ്റ്ററിന് ഇതിലേക്ക് കൂടുതൽ ഞാൻ സന്യാസിനി ആകണം എന്നുള്ളൊരു തോന്നിയത്? അങ്ങനെ ആരെങ്കിലും അതിൻ്റെ പുറകിൽ ആരെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കണമല്ലോ. ഈ പറഞ്ഞതുപോലെ ചെറിയ ക്ലാസ് മുതലേ പള്ളിയിലെ എല്ലാ തിരുക്കർമ്മങ്ങളിലും വിശുദ്ധ ബലിയിലും ആരാധനയിലും മഠത്തിൽ നടന്നിരുന്ന ആരാധനയിലും ഒക്കെ പങ്കെടുത്ത് ഈശോയോടുള്ളൊരു സ്നേഹത്തിൽ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട്, ഒരു അടിസ്ഥാനം കിട്ടിയിട്ടുണ്ട് എന്നെനിക്കൊരു ബോധ്യമുണ്ട്. ആ അടിസ്ഥാനം തകരാതെ നോക്കണം, അടുപ്പത്തിൽ കൂടുതൽ വളരണം എന്നുള്ളൊരു ചിന്ത, ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നതിനെ കണ്ടെത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തത് പ്രീ ഡിഗ്രി കാലത്താണ്. അതിനെന്നെ സഹായിച്ചത് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ആകമാനം പ്രശസ്തനായിട്ടുള്ള നമ്മുടെ ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കൽ കപ്പൂച്ചനച്ഛനാണ്. അച്ഛൻ 11-ാം ക്ലാസ്സിൽ എന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു. ഒപ്പം ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച കോട്ടയം അമലഗിരി BK കോളേജ്, ആരാധനാ സഭയുടെ തന്നെ കോളേജാണ്. ഞങ്ങൾ 7 പെൺമക്കളും അവിടെയാണ് പഠിച്ചത്. അങ്ങനെ കുടുംബത്തിൻ്റെ സിസ്റ്റേഴ്സിനോട് നല്ല പരിചയം ഉണ്ടായിരുന്നു. അച്ഛൻ അവിടെ പ്രസംഗത്തിൻ്റെ 3 ദിവസത്തെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ക്ലാസ്സിൻ്റെ അവസാനം എല്ലാവരെയും തനിച്ച് കണ്ട സമയത്താണ് എന്താണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്ക് മുന്നോട്ട് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും തോന്നുന്നില്ല, പഠിക്കണമെന്നോ ജോലി ചെയ്യണമെന്നോ കല്യാണം കഴിക്കണമെന്നോ ഒന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛനാണ് ആദ്യമായിട്ട് എൻ്റെ മുൻപിൽ ഇങ്ങനെ ഒരു ജീവിതം ഉണ്ടെന്ന് അവതരിപ്പിക്കുന്നത് തന്നെ. അന്നുവരെ സിസ്റ്റേഴ്സിനെ കണ്ടിരുന്നെങ്കിൽ ഇതൊരു പ്രത്യേക ജീവിതമാണെന്ന് ഞാൻ ചിന്തിച്ചിരുന്നതില്ല, അത്രയ്ക്കേ ഉള്ളായിരുന്നു അന്നത്തെ അറിവ്. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയാണല്ലോ, ഒരു സമർപ്പിത ജീവിതം ഉണ്ടല്ലോ, ഇതിലൂടെ എനിക്ക് നേടാൻ പറ്റുന്ന ഈശോയോട് കൂടുതൽ അടുത്തായിരിക്കാൻ പറ്റുമല്ലോ എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതും. കൂടുതൽ ചിന്തിച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇതുതന്നെയാണ് എൻ്റെ വഴി എന്നെനിക്ക് ശക്തമായ ബോധ്യം ഉള്ളിലുണ്ടായി. വേറൊരു തേങ്ങലോ ഒന്നും ഉണ്ടായില്ല, ചഞ്ചലിപ്പ് ഒന്നും ഉണ്ടായില്ല. സന്യാസ ജീവിതത്തിലേക്ക് പോകുമ്പോൾ സിസ്റ്ററിൻ്റെ കുടുംബത്തിൽ നിന്ന് വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണത് തരണം ചെയ്തത്? തീർച്ചയായിട്ടും എനിക്ക് തടസ്സങ്ങളെന്ന് വെച്ചാൽ വിസമ്മതം പ്രകടിപ്പിച്ച കുടുംബാംഗങ്ങളായിരുന്നു ഏറ്റവും വലിയ തടസ്സം. വേറൊന്നും എനിക്ക് തടസ്സമായിട്ട് തോന്നില്ല. പക്ഷേ അത്
ഇത്ര പേര് ഇത്ര സ്ട്രോങ് ആയിട്ട് എതിർ നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ തടസ്സം തന്നെയാണ്. അപ്പോൾ ഞാൻ സമ്മതം ചോദിച്ചപ്പോൾ അച്ചാച്ചി ആദ്യം സമ്മതിച്ചില്ല, നിനക്ക് അതിനുള്ള പക്വതയായില്ല, നീ പോവണ്ട എന്നൊക്കെ ആദ്യം പറഞ്ഞ് എന്നെ തടസ്സപ്പെടുത്തി, ദേഷ്യപ്പെട്ടു, ശകാരിച്ചു ഒക്കെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അപ്പോഴും ഞാൻ പിന്മാറുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ചാച്ചി പറഞ്ഞു, നീ എങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് പോകും. ഞാനിപ്പം പ്രീ ഡിഗ്രി പഠിക്കുകയാണ്, പ്രീ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന കാലത്ത് കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സംഘടനയുണ്ട്, CSM ഞാൻ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ CSMൻ്റെ ഒരു ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞാണ് ആദ്യമായിട്ട് ഞാൻ ഈ ദൈവവിളിയെ കുറിച്ച് ഇത് ചെയ്യുക, ഒരു പരിശീലനത്തിലേക്ക് കിടക്കുക. ദൈവവിളി ക്യാമ്പാണെന്ന് പറഞ്ഞാൽ അച്ചാച്ചി സമ്മതിക്കില്ല. അപ്പോൾ CSM ക്യാമ്പാണെന്ന് പറഞ്ഞ് ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനത് തറപ്പിച്ചു. അപ്പോൾ അച്ഛനുമായിട്ടുള്ള കണ്ടുമുട്ടലിന് ശേഷമാണ് ഞാനത് ഉറപ്പിച്ചു, എനിക്ക് സിസ്റ്റർ ആവണം, മതിയാവൂ എന്നുള്ള ഉറപ്പിച്ചു കഴിഞ്ഞാൽ ചാച്ചിയോട് പറയുമ്പോഴാണ്, നീ പോരാ, നിനക്ക് പാടില്ല, നീ ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, പറ്റില്ല, എനിക്ക് പോകണം. അങ്ങനെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഞാൻ മൗനം പാലിച്ച് ഇങ്ങനെ മുറുകെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ എൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ മൗനം പാലിച്ച് നിൽക്കുമ്പോൾ അവർക്കറിയാം അതൊരു പിടിവാശിയുടെ രീതി തന്നെയാണ്. അപ്പം ബാക്കി എല്ലാവരും പുറത്തും അകത്തുമുള്ള സഹോദരങ്ങളെല്ലാം എതിർക്കാൻ തുടങ്ങി, നീ പോവണ്ട, നിനക്ക് ഇപ്പോഴത്തെ ഒരു എടുത്തുചാട്ടത്തിന് നീ പറയുന്നതാണ്, നിനക്ക് ശരിയായിട്ട് നീ ഒരുങ്ങിയോ ചിന്തിച്ചോ ഒന്നും പറയുന്നതല്ല, നീ കുഞ്ഞാണ്, അതിനുള്ള വിവേകമൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാം തടസ്സപ്പെടുത്തി. പക്ഷെ ഞാനതിന് പ്രത്യേകിച്ച് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോയില്ല. വഴക്കുണ്ടാക്കിയാൽ അവരെല്ലാവരും കൂടെ എന്നെ അറ്റാക്ക് ചെയ്ത് എന്നെ ഒരു മിണ്ടാതാക്കിയേക്കും. അതുകൊണ്ട് ഞാൻ തൽക്കാലം അവിടെ മിണ്ടാതിരുന്നു. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞുള്ള സമയത്ത് ഞാനിത് മനസ്സിലുറപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ജൂൺ 2-നാണ് സാധാരണ ഞങ്ങൾക്ക് മഠത്തിൽ വന്ന് ചേരേണ്ടത്. അതിന് മുമ്പ് 10 ദിവസത്തെ ഒരു ക്യാമ്പുണ്ട്. അത് അതിരമ്പുഴ, കോട്ടയത്തിനടുത്ത് തന്നെയുള്ള അതിരമ്പുഴ മഠത്തിൽ വെച്ചായിരുന്നു. കമാൻസി എന്ന് പറയും. അപ്പോൾ ഞാൻ കമാൻസിക്ക് പോകാൻ അനുവാദം ചോദിച്ചെടുത്തു. അത് ഒത്തിരി വിഷമിച്ചിട്ട് അച്ചാച്ചി വന്നു. ഞാൻ പറഞ്ഞ അച്ചാച്ചിയോട് എന്നെ വിടുവൊന്നും വേണ്ട, ശരിക്കും എനിക്ക് വിളിയുണ്ടോ ഇല്ലോ എന്ന് എനിക്ക് വിലയിരുത്താവില്ല, അതിനുവേണ്ടി ഞാൻ പോകുന്നത്, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോന്നോളാം എന്ന് പറഞ്ഞ് അച്ചാച്ചിയുടെ നിന്ന് സമ്മതം വാങ്ങിച്ച് ഞാൻ പോയി. പക്ഷേ 5-ാം ദിവസം അച്ചാച്ചി ആ മഠത്തിൽ വന്നു. നമ്മളവിടെ താമസിച്ചാണ് കമാൻസ് ചെയ്യുന്നത്. 5-ാം ദിവസം വന്ന് വഴക്ക് പിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. തുടർന്നാൽ ഞാൻ ആ വഴി പോയേക്കുമെന്ന് അച്ചാച്ചിക്ക് തോന്നി. അതുകൊണ്ട് അവിടെ വന്ന് സിസ്റ്റേഴ്സിനോട് വഴക്കുണ്ടാക്കി എന്നെ വിളിച്ചുകൊണ്ട് പോയി. അപ്പം കൂട്ടത്തിലുള്ള എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു, ഉറപ്പായിട്ട് ഞാൻ വരും, ഒരു മാറ്റവും ഇല്ല, നമ്മളെല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ പോക്ക് കണ്ടപ്പോഴല്ല എല്ലാവരും മനസ്സിലാക്കിയോ, തിരിച്ചു വരാനൊന്നും പോകുന്നില്ല. അതുപോലെ ഒരു സംഘർഷാവസ്ഥയിലാണ് തിരിച്ചു പോകും. ഞാനും വിഷമിച്ചാണ് തിരിച്ചു പോകുന്നത്. തിരിച്ചു വന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് കൂടുതൽ കടുപ്പാവുകയാണ് ചെയ്തത്, എങ്ങനെയും പോയാൽ മതിയാവൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നൊരു തക്കം പാർത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ജൂൺ 2-ന് വരണം, മെയിലാണ് കമാൻസി. ആ സമയത്താണ് കൃത്യമായിട്ട് എൻ്റെ ചേച്ചിമാരിൽ ഒരാൾ ചിക്കൻ ബോക്സ് പിടിയിട്ട് വീട്ടിൽ വരിക. അപ്പം വീട്ടിലുള്ള മക്കളിൽ അപ്പം ഞാനേ ഉള്ളൂ മൂത്തതായിട്ടുള്ളത്. ചേച്ചി വരുമ്പം തീർച്ചയായിട്ടും വയ്യാത്ത ചേച്ചിയെ നോക്കാനുള്ളൊരു ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. അപ്പം ചിക്കൻ ബോക്സ് പിടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ല, നമുക്കും പിടിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ചേച്ചിയെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ചേച്ചിയെ നന്നായിട്ട് നോക്കി. ചേച്ചി സുഖപ്പെട്ട് ഒരു 3 മാസമൊക്കെ കഴിഞ്ഞു. അപ്പം ഇതൊക്കെ വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനിയിപ്പോൾ അവൾ മിണ്ടാത്തതുകൊണ്ടൊന്നും പ്രശ്നമില്ല, അതൊക്കെ മറന്നുപോയി കാണുമെന്നൊക്കെ വിചാരിച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഈ ആവശ്യമായിട്ട് അച്ചാച്ചിയുടെ അടുക്കെ ചെന്നു. അച്ചാച്ചി അമ്മ ഇരിക്കുന്ന മുറിയിൽ വാതുക്കെ ചെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് പോകണം. ഈ സെൻറ്റൻസ് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പോകണം, പോയേ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞു. നീ എന്നോട് ഇത്ര കടുപ്പിച്ചൊക്കെ പറയാറായോ എന്നൊക്കെ അച്ചാച്ചി എന്നോട് അത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ചാച്ചി, എനിക്ക് പോകണം എന്ന് തന്നെ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അച്ചാച്ചി വീണ്ടും എന്നെ ഉപദേശിക്കുകയാണ്. നീ ചിന്തിക്കാഞ്ഞിട്ടാണ്, നീ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമുള്ള ജീവിതമല്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ഒന്നും തരണം ചെയ്യാനുള്ള പക്വതയൊന്നും നിനക്കില്ല, നിന്നെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെ ഇളയ ആളായിട്ട് ഇത്ര നാൾ കൊഞ്ചിച്ച് വളർത്തിയിട്ട് നിനക്ക് അതിനുള്ള വിവേകമൊന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ വീണ്ടും ഒരേ സെൻറ്റൻസ് ആവർത്തിക്കുന്നത്, എനിക്ക് പോകണം, പോയേ പറ്റൂ. അപ്പോൾ അവസാനം അമ്മ ഇടപെട്ടു. അമ്മ പറഞ്ഞു, അമ്മ അതുവരെ ഒരു 1/4 മണിക്കൂർ വരെ സൈലൻ്റ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞു, അവൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ അവൾ പോട്ടെ, എന്തിനാണ് അവളെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അച്ചാച്ചി മിണ്ടാതായി. പിന്നെ എന്നെ കൊണ്ട് ഞാൻ ആക്കുമായിരുന്നു. പക്ഷേ ഈ തീരുമാനം എടുത്ത ശേഷം ഇവരിൽ പലരും എന്നോട് മിണ്ടാതായി. അച്ചാച്ചി തന്നെ എന്നോട് മിണ്ടാതായി. 3 ആഴ്ചയോളം എന്നോട് മിണ്ടാതിരുന്നു. ഒരു കാര്യങ്ങളും സംസാരിക്കുന്നില്ല, എൻ്റെ മനസ്സ് മാറ്റെന്ന് കരുതിയായിരിക്കും. സഹോദരങ്ങളും അതുപോലെ തന്നെ. പിന്നെ കൊണ്ടുവന്നാക്കി ആസ്പിറൻസിയിൽ കൊണ്ടുവന്നാക്കി വടവാതൂര് ആക്കിയെങ്കിലും ആദ്യത്തെ കുറച്ച് നാളുകളിലേക്ക് ഇവരാരും എന്നെ കാണാനൊന്നും വരുന്നില്ല. എല്ലാവരുടെയും വീട്ടിൽ നിന്ന് കാണാനൊക്കെ വരും, നമുക്ക് അനുമതിയുള്ള സമയത്ത്. എന്നെ ആരും കാണാൻ വരുന്നില്ല. അങ്ങനെയെങ്കിലും ഞാൻ വീട്ടുകാരെന്നെ കൈവിട്ട് പോവുകയാണല്ലോ എന്ന് കരുതി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ. പക്ഷെ തമ്പുരാൻ വിളിച്ചിരുന്നതുകൊണ്ട് തമ്പുരാൻ എന്നെ അവിടെ തന്നെ നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിണക്കമൊക്കെ മാറി. അപ്പോഴും സഹോദരങ്ങളിൽ പലർക്കും ഉണ്ട്, വേണ്ടായിരുന്നു ഇവളെന്തിനാ പോയത്, വേണ്ടായിരുന്നുള്ളത്. അതൊക്കെ മെല്ലെയാണ് അലിഞ്ഞ് ഇല്ലാതായത്. പിന്നെ ഉടുപ്പിടിയിൽ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി, എതിർപ്പുകളെല്ലാം മാറി. അങ്ങനെയാണ് തമ്പുരാൻ്റെ സഹായത്തോടെ തടസ്സങ്ങൾ മറികടക്കാൻ സാധിച്ചത്. ദൈവത്തിന് വേണ്ടി പൊരുതി നേടിയൊരു ജീവിതമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും തമ്പുരാൻ ശക്തി തന്ന് ഈശോയാണ് എല്ലാം ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ തനിച്ച് ചിന്തിച്ചാൽ
അത് പറ്റില്ലായിരുന്നു. SABS കോൺഗ്രിഗേഷൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? ഇന്ന് ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നത്, SABSിലേക്കാണ് ഈശോ എന്നെ വിളിച്ചത്. എൻ്റെ തിരഞ്ഞെടുപ്പല്ല. ഈശോ എന്നെ വിളിച്ചത് SABSിലേക്ക് തന്നെയാണ്. കാരണം അത് എങ്ങനെയാണ് എനിക്കത് മനസ്സിലാവാൻ കാരണം എന്ന് ചോദിച്ചാൽ, ചെറുപ്പം മുതലേ വിശുദ്ധ കുർബാനയോട് അതിയായ ഭക്തി ഉണ്ടായിരുന്നു, ഒരു അതിയായ സ്നേഹമുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയിൽ എപ്പോഴൊക്കെ പങ്കെടുക്കാൻ പറ്റുമോ അത് വളരെ താല്പര്യമായിരുന്നു. പുസ്തകം ഉപയോഗിച്ച് കൈകൂപ്പി വളരെ ശ്രദ്ധയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്ന കൊച്ചായിരുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. മഠത്തിൽ എപ്പോഴൊക്കെ ആരാധന എഴുന്നള്ളിച്ച് വെച്ച് തിരുമണിക്കൂർ നടത്തും, അവിടെയൊക്കെ ഞാൻ പോയിരുന്നു. ഒരുപക്ഷെ എൻ്റെ പ്രായത്തിൽ മറ്റു കുട്ടികളൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല അധികം. വൈകുന്നേരങ്ങളിലായിരിക്കും ആരാധന. അങ്ങനെ ആരാധനയുടെ മുന്നിൽ ഞാനുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയോട് വളരെ നല്ലൊരു അടുപ്പം മനസ്സിൽ ഈശോ തന്നതാണ് ഇതെല്ലാം. അങ്ങനെ ഈശോ തന്നെ എന്നെ അമലഗിരി കോളേജിൽ ചേർത്തു, സിസ്റ്റേഴ്സിനെ കാണാനിടയാക്കി, അച്ഛനിലൂടെ ആരാധനാ സഭയെക്കുറിച്ച് എന്നോട് സംസാരിച്ചു. ഈശോ തന്നെ എന്നെ SABSിൽ കൊണ്ടുവന്നു. പരിശീലന കാലഘട്ടങ്ങളിൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഭവം പറയാമോ? പരിശീലന കാലഘട്ടം തീർച്ചയായിട്ടും ഈശോ വഴി നടത്തിയൊരു കാലഘട്ടമാണ്. നമുക്കറിയാം, ആഗ്രഹിച്ചൊക്കെ വരുമ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന്, ലോകത്തിൽ നിന്ന് വരുന്നവരാണ്. വചനം പറയുന്ന പോലെ ഒത്തിരിയേറെ വിലകെട്ട ലോഹങ്ങൾ നമ്മളിലുണ്ട്. അതെല്ലാം ഉരുക്കി വാർത്തെടുത്ത് ശുദ്ധമാക്കിയാണ് തമ്പുരാൻ തൻ്റെ പണിക്ക് വേണ്ടി നമ്മളെ ഉപയോഗിക്കുക. അപ്പം അതിനുള്ള ഒരു കാലഘട്ടമാണ് ഈ പരിശീലന കാലഘട്ടം എന്ന് പറയുന്നത്. അത് അധികാരികളിലൂടെയാണ്, കൂടെയുള്ളവരിലൂടെയാണ്, നിയമാവലിയിലൂടെയാണ്, നമുക്ക് തരുന്ന പരിശീലന പ്രക്രിയകളിലൂടെയൊക്കെയാണ് നടക്കുക. അങ്ങനെ നമ്മളിലെ വ്യക്തിത്വത്തെ ഈശോയ്ക്ക് അനുരൂപമായിട്ട് കൊത്തി വാർത്തെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ പരിശീലന കാലഘട്ടം. ശരിക്കും അവിടെ വെച്ചാണ് ഒരു നല്ല വ്യക്തിത്വത്തിലേക്ക് കടന്നു വരാനായിട്ട് എനിക്ക് സാധിച്ചത്. മുമ്പ് പറഞ്ഞ പോലെ 10 മക്കളിൽ 9ാമത്തെ ആളായിട്ട് ലാളനയും വാത്സല്യവും ഒക്കെ ധാരാളം അനുഭവിച്ച് വളർന്നുകൊണ്ട് ഒത്തിരി ചെത്തിമിനുക്കാത്ത വശങ്ങൾ നമ്മുടെ സ്വഭാവത്തിലുണ്ടായിരുന്നു. പിടിവാശി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ക്രമേണ ഈ 4 വർഷങ്ങൾ കൊണ്ട് സഭ നമ്മളിൽ നിന്ന് മാറ്റിയെടുത്ത് ഈശോയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കിയെടുക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നല്ല അനുഭവങ്ങളുണ്ട്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള അനുഭവങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്. ആ ചെറിയ പ്രായത്തിൽ നമുക്ക് സഹനങ്ങൾ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അൾട്ടിമേറ്റ്ലി ആത്യന്തികമായിട്ട് വന്ന് നിൽക്കുന്നത് നമ്മുടെ സ്വഭാവ രൂപവത്കരണത്തിലേക്കാണ്. അങ്ങനത്തെ നല്ല അനുഭവങ്ങൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം വളരെ പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ജോലികൾ, പ്രാർത്ഥന, പഠനം, തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്കപ്പോൾ തരുന്നുണ്ട്, അടിസ്ഥാനം ഇട്ട് തരുന്നുണ്ട്. വചനം കൂടുതൽ വായിക്കാനുള്ള ഒരു താല്പര്യം ഒക്കെ തരുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനുള്ള പരിശീലനം കിട്ടുന്നുണ്ട്. ജീവിതത്തിൽ ലാളിത്യവും മിതത്വവും ഒക്കെ പാലിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ധാരാളം അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. നമ്മളുടെ ആന്തരിക സത്ത എന്തുമാത്രമാണ്, അതെന്തുമാത്രം വളരാനുണ്ട്, എവിടേക്കാണ് അത് തിരിഞ്ഞിരിക്കേണ്ടത്, എങ്ങനെയൊക്കെ ഒരു യഥാർത്ഥ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുന്ന കാലഘട്ടമാണ് ഈ പരിശീലന കാലഘട്ടം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്നിലെ ആ കൊഞ്ചിപ്പെണ്ണിന് മുറിപ്പെടുത്തുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈശോ മധുരതരമായിട്ട് പിന്നെ മാറ്റി. വളരെ പ്രത്യേകമായിട്ട് ഇന്നും എൻ്റെ മനസ്സിൽ പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, 4 വർഷത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ നമ്മൾ ഉടുപ്പിടിയുന്നതിന് മുമ്പ് നോഷിറ്റാണ്, അവസാനത്തെ 2 വർഷം നോഷിറ്റാണ്, ഈശോയുടെ കൂടെ മാത്രമായിരിക്കുന്ന കാലഘട്ടം. അതിൻ്റെ അവസാനത്തെ 1 മാസം നമുക്ക് ഒരു 1 മന്ത് റിട്രീറ്റ് ഉണ്ട്, ധ്യാനമുണ്ട്. നമ്മൾ നമ്മുടെ മഠത്തിൽ തന്നെ മറ്റെല്ലാ ഭൗതിക കാര്യങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ആഴമായ മൗനത്തിലും പ്രാർത്ഥനയിലും ഈശോയുടെ കൂടെ ആയിരിക്കുന്ന കാലഘട്ടം. അതിൻ്റെ അവസാനത്തെ ഒരാഴ്ചയിൽ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കരിസ്മാറ്റിക് റിട്രീറ്റ് കൂടെ ഉണ്ടായിരുന്നു. അതിലൊരു സിസ്റ്ററാണ് ഞങ്ങളെ ധ്യാനിപ്പിക്കാൻ വന്നത്. സിസ്റ്റർ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന അവസരത്തിൽ സിസ്റ്റർ എന്നെ കണ്ട ഉടനെ പറഞ്ഞു, നിനക്ക് ദൈവവിളിയില്ല എന്ന് പറഞ്ഞു. അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അതുവരെ ഉള്ളായിരുന്നതിൽ താങ്ങാൻ പറ്റാത്തൊരനുഭവമായിട്ട് മാറി. കാരണം ഇത്രയേറെ ആഗ്രഹിച്ച് ഒരുങ്ങി വന്നതാണ്, ഇത്രയേറെ തടസ്സങ്ങളെ നേരിട്ട് വന്നതാണ്. വളരെ തീക്ഷ്ണമായിട്ട് ഏതാനും ദിവസം കഴിയുമ്പോൾ ഉടുപ്പിടിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ വാർത്ത ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ ഒത്തിരിയേറെ തകർന്ന് അങ്ങേയറ്റം കരഞ്ഞ് നിരാശപ്പെട്ട ഒരു ദിവസമായിരുന്നു അത്. ധ്യാനമാണ്, മറ്റാരോടും മിണ്ടാൻ നമുക്ക് അനുവാദമില്ല, ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. സ്വയമായിട്ട് കരഞ്ഞ് ദുഃഖിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ നോഷിറ്റിൽ നമ്മുടെ ക്രമം അനുസരിച്ച് 9 മണിക്ക് ശേഷം ലൈറ്റ് പാടില്ല, സംസാരം പാടില്ല. ഓൾറെഡി ധ്യാനത്തിലാണ്, നിശബ്ദതയാണ്. അപ്പം ഈശോയോട് ഞാൻ പറയുകയാണ്, ഈശോയെ നിനക്കെന്നെ വേണ്ടായിരുന്നുണ്ടായിരുന്നെങ്കിൽ തുടക്കത്തിലേ ആകാമായിരുന്നു. എന്തുകൊണ്ട് നിന്നിലേക്ക് തന്നെ ആകർഷിച്ച് വലിച്ചടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് ഇത്തറ്റം കൊണ്ടെത്തിയിട്ട് നീ ചെയ്തത് ശരിയായില്ല. അല്ലെങ്കിൽ വന്നപ്പോഴേ നിനക്ക് എന്നോട് പറയായിരുന്നു, നിനക്ക് ദൈവങ്ങളില്ല, നീ തിരിച്ചു പോയിക്കോ. എന്തുമാത്രം കാര്യങ്ങളിലൂടെ നീ എന്നെ കടത്തിക്കൊണ്ടു. എന്നിട്ട് ഈ അവസാന നിമിഷം ഇങ്ങനെ പറയുന്നത് ശരിയല്ല. ശരി, എനിക്കൊരു കൺഫർമേഷൻ വേണം. നീ എന്നോട് നേരിട്ട് പറയണം, നിനക്കെന്നെ വേണോ, നേരിട്ട് പറയണമെന്ന്
വളരെ വാശി പിടിച്ച് സങ്കടപ്പെട്ട് തീവ്രവേദനയോടെ ഞാൻ കരഞ്ഞു പറയുകയാണ്. അപ്പോൾ ന്യൂഷിറ്റിൽ ഞങ്ങൾ ചെറിയ മുറിയുണ്ട്, അവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, ഒരു കട്ടിൽ, അത്യാവശ്യ കാര്യങ്ങൾ. അപ്പോൾ അവിടെ ഇങ്ങനെ കട്ടിലെ കിടന്ന് ഞാൻ കരഞ്ഞു, ഫുൾ ടൈം കരയാണ്. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വരം ഞാൻ കേട്ടു, ഏഷ്യ 54:10. ഞാൻ ഈശോയോട് ഇങ്ങനെ തുടർച്ചയായിട്ട് ചോദിക്കൊണ്ടിരിക്കും, എനിക്കൊരു കൺഫർമേഷൻ ഉണ്ടാ, എന്നെ വേണോ എന്നുള്ളത് ഒരു കൺഫർമേഷൻ തരിക. ഈ സ്വരം കേട്ടു വളരെ വ്യക്തമായിട്ട്, ഒരു തോന്നലല്ല, ഒരു ചിന്തയല്ല, ഒരു ഭാവനയല്ല, ചെവികളിൽ കേൾക്കാണ്, ഏഷ്യ 54:10. അപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥന പരിശീലനം എന്നൊക്കെ പറഞ്ഞാലും അന്നത്തെ കാലത്ത് കൊച്ചുപ്രായമല്ലേ, ബൈബിൾ മുഴുവനൊന്നും വായിച്ചിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം ഉണ്ടെന്നൊക്കെ അറിയാം, അതിന് 54 അധ്യായങ്ങളുണ്ടെന്നുള്ള ബോധ്യമൊന്നും അന്നില്ല. എനിക്കറിയാവുന്നൊരു അധ്യായം അല്ല 54 അധ്യായം, അതിന് 10ാമത്തെ വചനമുണ്ട്, അതൊന്നും നമ്മുടെ ചിന്തയിലില്ല. അപ്പോൾ ഇതെന്താ സംഭവം ഒരു പിടുത്തം ഇല്ലാത്തതുകൊണ്ട് ബൈബിളും എടുത്ത്, അവിടെയെങ്കിലും ലൈറ്റ് ഇടാൻ അനുവാദമില്ല, അങ്ങ് കുറച്ച് കോറിഡോറിലേക്ക് മാറി അവിടെ ഒരു കോമൺ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ബൈബിൾ എടുത്തുകൊണ്ട് അവിടെ ചെന്ന് ഭയങ്കര ആകാംക്ഷയോടെ, ഹൃദയം പൊട്ടുന്ന ആകാംക്ഷ, എന്താ ഈശോ പറയാൻ പോകുന്നത്, എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഇതാണ്, എന്നും എന്നും എന്നെ ആശ്വസിപ്പിക്കുന്ന നയിക്കുന്ന വചനം. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. അതോടുകൂടി ഞാൻ ആകാശത്തിലേക്ക് പറന്നു ഒരു ബലൂണിനെ പോലെ എല്ലാ ഭാരങ്ങളും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറി ഹൃദയത്തിൽ ഒത്തിരി സന്തോഷം നിറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഈശോയുടെ കൈപിടിച്ച് മുന്നോട്ട് പോരുകയാണ്. വിഷമാവസരങ്ങളിലെല്ലാം സിസ്റ്റർ ബൈബിളിനെ കൂടുതൽ ആശ്രയിക്കാറുണ്ടോ? തീർച്ചയായിട്ടും വചനമാണ് ഏറ്റവും വലിയ എന്നെ നയിക്കുന്ന ശക്തി. അപ്പോൾ ഈശോയോടുള്ള ബന്ധത്തിൽ ഒത്തിരി ആഴപ്പെടാനായിട്ട് വചന വായന എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. എപ്പോഴൊക്കെ പ്രതിസന്ധികൾ വരും, വിഷമം മാത്രമല്ല, ക്രൈസിസുകൾ വരുമ്പോൾ, ചാലഞ്ചസ് വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോഴൊക്കെ ആശ്രയിക്കുന്നത് വചനത്തെയാണ്. ഒപ്പം ദിവ്യകാരുണ്യ സന്നിധി, അവിടുന്ന് രണ്ടും എനിക്ക് ആശ്വാസം, വഴിനടത്തൽ, ഗൈഡൻസ് കിട്ടാറുണ്ട്. ഏത് വർഷമാണ് സിസ്റ്റർ സന്യാസവ്രതം സ്വീകരിച്ചത്? 1999 ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ഞാൻ സഭാവസ്ത്രം സ്വീകരിച്ച് പ്രഥമ വ്രത വാഗ്ദാനം ചെയ്തത്. അത് എവിടെ, ഏത് സ്ഥലം എവിടെയായിരുന്നത്? ഞങ്ങളുടെ ഫോർമേഷൻ ഹൗസ് പരിശീലന കേന്ദ്രങ്ങൾ പല സ്ഥലത്തായിട്ടാണ്. ചങ്ങനാശ്ശേരിക്ക് അടുത്തുള്ള മാമൂടുണ്ട്, ചങ്ങനാശ്ശേരിയിൽ തന്നെയുള്ള വാഴപ്പള്ളിയുണ്ട്, കോട്ടയത്തുള്ള വടവാതൂരുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് പരിശീലനം കഴിഞ്ഞത്. അവസാനത്തെ പരിശീലന കാലഘട്ടം വാഴപ്പള്ളിയിലെ ഞങ്ങളുടെ നിത്യാരാധന ചാപ്പലിനോടനുബന്ധിച്ചുള്ള മഠത്തിലായിരുന്നു. അവിടെ ഞങ്ങൾ പരിശീലനം പൂർത്തിയാക്കി. പക്ഷേ ഞങ്ങളുടെ സഭാവസ്ത്ര സ്വീകരണ കർമ്മം നടന്നത് ചങ്ങനാശ്ശേരിയിൽ തന്നെയുള്ള തുരുത്തി പള്ളിയിൽ വെച്ചായിരുന്നു. ഇടവകളിലേക്ക് ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിച്ച് ആൾക്കാരെ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കുക, അല്ലെങ്കിൽ ദൈവവിളിയെക്കുറിച്ച് ബോധ്യം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഇടവകകൾ ചടങ്ങ് നടത്താൻ തുടങ്ങിയത് അപ്പോൾ മുതലാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ മഠത്തിൽ തന്നെയായിരുന്നു ഉടുപ്പിടിയിൽ കർമ്മം നടന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ 17 പേർ തുരുത്തി സെൻറ്റ് മേരീസ് പള്ളിയിൽ വെച്ച് പ്രഥമ വ്രത വാഗ്ദാനം നടത്തി സഭാവസ്ത്രം സ്വീകരിച്ചു. സന്യാസവ്രത കർമ്മങ്ങളിൽ സിസ്റ്ററിൻ്റെ സഹോദരങ്ങൾ എല്ലാവരും പങ്കെടുത്തിരുന്നോ? ഞങ്ങൾ 10 മക്കളുള്ള ഒരു കുടുംബമായിട്ട് ആദ്യമായിട്ടാണ് 10 മക്കൾ ഒരുമിച്ച് കൂടുക. എൻ്റെ ഉടുപ്പിടിയിൽ കർമ്മത്തിനാണ് എല്ലാവരും ഒരുമിച്ച് വന്നത്. അതുവരെ ഇന്ത്യക്ക് വെളിയിലുള്ളവരൊക്കെ ഉണ്ട്, അവർക്ക് എല്ലാവർക്കും ഓരോ സമയത്ത് വരാൻ പറ്റാതെ പോയിട്ടുള്ള കർമ്മങ്ങളുണ്ട്. പക്ഷേ ഇതിന് ആണ് ആദ്യമായിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയത്, 10 മക്കൾ ഒരുമിച്ച് കൂടിയത്. അന്ന ചാച്ചി അമ്മയുണ്ടായിരുന്നു. അതൊരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവമായിരുന്നു. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് കൂടിയത് പാരൻസിൻ്റെ മരണത്തിൻ്റെ സമയത്താണ്, കഴിഞ്ഞ വർഷം. അമ്മയുടെ വിയോഗ വാർത്ത സിസ്റ്ററിനെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതിൽ നിന്ന് എങ്ങനെയാണ് സിസ്റ്റർ ഒന്ന് വിമുക്തി നേടിയത്? സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തിക്കും തീർച്ചയായിട്ടും ഭൂമിയിൽ ഏറ്റവും നല്ല ഒരു ശക്തമായ ബന്ധം എന്ന് പറയുന്നത് മാതാപിതാക്കൾ തന്നെയാണ്. പ്രത്യേകിച്ചും അമ്മയുടെ സാന്നിധ്യം. അമ്മ ഞങ്ങളെ ആരെയും അത്ര അങ്ങ് വാത്സല്യം കോരിച്ചൊരിഞ്ഞ് വഷളാക്കിയ ആളല്ല. വേണ്ടത് വേണ്ട സമയത്ത് വേണ്ട അളവിൽ മാത്രം കൊടുത്ത് വളർത്തിയ ആളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ആ വ്യക്തിത്വം വളരെ സൈലൻ്റായിട്ട് 10 മക്കളെയും കുടുംബത്തെയും അനുബന്ധ ജോലികളെയും ജോലിക്കാരെയും എല്ലാം കൈകാര്യം ചെയ്ത ആ സ്ത്രീയുടെ മഹത്വം എന്താണെന്ന് ശരിക്കും ഞങ്ങൾ മക്കൾ ഇപ്പോഴാണ് തിരിച്ചറിയുക. അമ്മയുടെ വിയോഗം തീർച്ചയായിട്ടും ഒരു സിസ്റ്റർ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും നികത്താനാവാത്തൊരു വിടവ് തന്നെയാണ്. ഇപ്പോഴും പറയുമ്പോൾ എൻ്റെ മനസ്സ് പതറുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. പക്ഷേ ഞാൻ ആ സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ പരിശുദ്ധ അമ്മയെ പ്രതീക്ഷിച്ചിരുന്നു. പരിശുദ്ധ അമ്മ എനിക്ക് അമ്മയേക്കാൾ അധികം സ്നേഹം, സംരക്ഷണം, കരുതലൊക്കെ തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നും എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ നീലക്കാപ്പയുടെ സംരക്ഷണം എനിക്ക് എന്നുമുണ്ട്. ആ സ്നേഹം എന്നെ അമ്മ ഇല്ലാത്ത കുറവ് മറച്ചു പിടിച്ച് എന്നെ വളർത്തുകയാണ്. എൻ്റെ പേര് ജെയ്നി ജോസഫ്. ഞാൻ സിസ്റ്റർ ജ്യോതി കോടിക്കുളത്തിൻ്റെ ചേച്ചിയാണ്. ഞങ്ങൾ 10 പേരാണ്. സിസ്റ്റർ ജ്യോതി കോടിക്കുളം ചെറുപ്പത്തിൽ വളരെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതമാണ് നയിച്ചിരുന്നത്. 4-ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ തന്നെ എല്ലാ നമസ്കാരങ്ങളും കാണാപ്പാഠം പഠിച്ചിരുന്നു.
വളരെ പ്രാർത്ഥനാ നിർഭരമായ ജീവിതം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല ജ്യോതി സിസ്റ്റർ ആകാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. എന്നാൽ 10ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ ജ്യോതി പറഞ്ഞു എനിക്ക് സിസ്റ്റർ ആകണമെന്ന്. പക്ഷേ വീട്ടിൽ നിന്ന് അനുവാദം കൊടുത്തില്ല. പ്രീ ഡിഗ്രിക്ക് പോയി തുടങ്ങി. പ്രീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ജ്യോതി പറഞ്ഞു എനിക്ക് സിസ്റ്റർ ആകണമെന്ന്. അപ്പോൾ എൻ്റെ അച്ചാച്ചി ജ്യോതിക്ക് പെർമിഷൻ കൊടുത്തു സിസ്റ്റർ ആകാൻ. അതിനുശേഷം സിസ്റ്റർ ആയതിനു ശേഷം ഞങ്ങൾ 9 പേർക്കും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും അതിലൊക്കെ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ തരികയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജ്യോതി ചെയ്യുന്നുണ്ട്. ബിഷപ്പ് കുര്യാളശ്ശേരി നേച്ചർ ക്യൂർ ആൻഡ് യോഗ സെൻ്ററിലെ ഡോക്ടർ സിസ്റ്റർ ജ്യോതി SABSൻ്റെ വിശേഷങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. സിസ്റ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് അടുത്ത ആഴ്ച വരെ കാത്തിരിക്കാം.